ജാസ്മിന്റെ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങനെ കണ്ട ആര്യ വിഷയത്തില്. അപ്പം ഞാൻ അതിന് മുമ്പും ചിന്തിച്ചിരുന്നു, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം ഇല്ല. ഇന്നൊരു കഴിവിൽ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അവിടെ. നിങ്ങൾ എത്രയും ഭയങ്കര കുറച്ച് നീങ്ങുന്ന നമുക്ക് നന്നായിട്ട് സംസാരിക്കാം. ആണോ? ഓക്കെ ഓക്കെ. ഹായ്. ഹലോ. ഹലോ. ഹായ് 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 ഹായ്. എന്താണ് പ്രത്യേകത ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട്? പ്രൈഡ് മന്ത് അല്ല, ഓഫ്കോഴ്സ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമൊക്കെ വരട്ടെ. ഇതിപ്പോ ഞങ്ങൾ തുടങ്ങിയൊന്നുമല്ല, പബ്ലിക് തുടങ്ങിയ കാര്യം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു. എല്ലാരും ചേരുന്നതാണല്ലോ ജെൻഡർ സ്പെക്ട്രം എന്നുള്ളത്. അപ്പൊ അത് മഴവിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കാണിക്കാനാണ്. ഇപ്പൊ വരുന്ന വഴിക്കൊക്കെ ആൾക്കാർ ചോദിച്ചു എന്താണ് ടു ജെൻഡർ. ടു ജെൻഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ് മെന്നും ഉണ്ട്, ട്രാൻസ് വുമണും ഉണ്ട്. അതും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ LGBTQ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഓഫ്കോഴ്സ് ഭംഗിയില്ലേ? ഭംഗിയുണ്ട്. ഓക്കെ. ആർക്കെങ്കിലുള്ളൊരു മറുപടിയാണോ? അങ്ങനെ അല്ല, ഒരു ഐക്യദാർഢ്യമാണ് ഇത്, സപ്പോർട്ടും കൊണ്ട് അവരും കൂടി ചേരുന്നതാണ് ഈ ക്യൂർ മനുഷ്യരെന്നുള്ള, അല്ലെങ്കിൽ LGBT അയക്കുന്നത് അവരും കൂടി ചേരുമ്പോഴാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പം ഈ ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ അഭിഷേകൊക്കെ അവരോടൊക്കെ തന്നെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ടീഷർട്ടും കൂടിയാണ്. അവരാണ് ഇതൊരു അങ്ങനത്തെ ആശയം എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഈ ആശയം തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ അതിനെയും കൂടി ഭാഗമാകുന്നു. മീൻസ് ടു ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്മെൻ, ട്രാൻസ്വുമൺ ഒക്കെ, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ ചേരുന്ന ഒരു വലിയ സ്പെക്ട്രാണ്. അപ്പൊ അതിന്റെ അതും കൂടി കംപ്ലീറ്റ് ആകുമ്പോഴാണ്. പിന്നെ മാത്രമല്ല പ്രൈഡ് മന്തും കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു കളർഫുൾ തീമൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഞാനിങ്ങനെ ഇത് കുറെ നാളായിട്ട് എന്റെ ടീഷർട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്. ഞാനത് ഇപ്പോഴാണെന്ന് പറ്റിയൊരു അവസരം ഉപയോഗിക്കാൻ പറ്റത്, അങ്ങനെ ഉപയോഗിച്ചതാണ്. ഈ സമയത്താണെങ്കിലും നിങ്ങളിപ്പം നിങ്ങളുടെ പ്രൈഡ് മന്ത് ഒക്കെ ഈ ആഘോഷിക്കുന്ന ഈ വേളകളിലാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കാൻ ഒരുപറ്റ ആൾക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ഈ സൈബർ ബുള്ളിങ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ പിന്നെ അതിനൊന്നും ഫേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടാന്നുള്ള ഒരു പരിമിതി ഉണ്ട്. പിന്നെ എങ്കിലും നമ്മളതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഒരു ദിവസം കൊണ്ട് തന്നെ 1 million ഒക്കെ റീച്ച് ഒക്കെ എത്തുന്നതും അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നതൊക്കെ അറിയാമല്ലോ. അതൊന്നും പേഴ്സണലി എനിക്കത് ബുദ്ധിമുട്ടാകുന്നില്ല, കാരണം അത് ഫേക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും വരുന്നത്. റിയൽ അക്കൗണ്ട് വരുമ്പോൾ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ തന്നെ അത് വരുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ നെഗറ്റീവ് ഇടുന്ന 10 പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ഒരു 10,000 കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് മതി. മെയിനായിട്ട് ഇപ്പോൾ പുറത്ത് ഇവിടെ ഒന്ന് താമസിക്കാൻ റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീട് എടുത്താൽ പോലും ഒരു നോർമൽ ഒരാൾ ബാച്ചിലും മേടിക്കുന്ന കുറച്ചൊരു റെന്റ് അല്ല, ഡബിൾ ഇരട്ടിയാണ് മേടിക്കുന്നത് പലപ്പോഴും പറയും. ഇപ്പോഴും മുൻമാറ്റം അതിനൊന്നും വന്നിട്ടില്ല. ഏത് സെക്ടറിൽ പോയാലും സെയിം ഇൻസെക്യൂരിറ്റി ഇപ്പോഴും അവർ ഫീൽ ചെയ്യുന്നു പറയുന്നുണ്ട്. അതെന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്? അതിപ്പോ ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, സീരിയസ്ലി ഈ ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ലിവിങ് ടു ദ റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും. അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനം ഉണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കണക്കൊന്നും അല്ല. ഇപ്പൊ അഫ്കോഴ്സ് നാദര എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല. അതിപ്പോ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാനായിട്ട്. ഈ കമന്റില് ഈ അടുത്ത് കമന്റ് ബോക്സ് മൊത്തം നജീബിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് നാദ്ര അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ടല്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ പേര് നിങ്ങൾ അറിഞ്ഞു. അഫ്കോഴ്സ് അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എന്റെ വീട്ടിൽ ഇപ്പോഴും ആ പേരാ വിളിക്കണം. എനിപ്പോ വിളിക്കുന്ന പറയുമ്പോൾ ഞാനുള്ള പുതുതായിട്ട് പരിചയപ്പെടുമ്പോൾ അഫ്കോഴ്സ് ഞാൻ നാദിറ എന്നാ പറയാൻ. കാരണം എന്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എന്റെ എല്ലാ രേഖകളും നാദിറയാണ്. അങ്ങനെ നിങ്ങൾ നജീബ് എന്ന് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. അപ്പൊ എന്താ പ്രശ്നമൊന്നുമില്ല. അല്ല, അങ്ങനെ ഇപ്പൊ പിന്നെയും ഈ കമന്റുകൾ പിന്നെയും ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് നാദിറനെ മനസ്സിലാക്കാത്തത്? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കുക, സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ. സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസ് ഉള്ള മനുഷ്യരൊന്നും ഇത്തരം നെഗറ്റീവ്സിന് എന്തുകൊണ്ട് അവര് എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമന്റ്സ്. അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇനി തോന്നും എന്നുള്ളത് എനിക്ക്. നമ്മുടെ ഐഡന്റിറ്റി ഇപ്പൊ നമ്മൾ സ്വയമായിട്ട് സ്വീകരിച്ചാൽ പോലും മറ്റുള്ളവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അല്ല, മുൻപ് ഒരു 5 വർഷം മുന്നത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ. കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം എനിക്ക് അത് ഓഫ്കോഴ്സ് നിങ്ങൾ ഇത്രയും പേരും
കാണാൻ ഇത്രയും ഇല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെ. അപ്പൊ അത് തന്നെയാണ് വലിയൊരു മാറ്റം. അത് പോകെ പോകെ ആ മാറ്റം കുറച്ചും കൂടി നല്ല നിലയിലേക്ക് എത്തും. കാരണം നമ്മൾ പലരും ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ്. അപ്പൊ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡായിട്ട് നടക്കും. അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മളിനി പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. അങ്ങനെ ഏതെങ്കിലും 3-4 പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികൾ ഇരിക്കുന്നത്. LGBTQ ഉയർത്തി കാണിക്കുന്നതില് ബിഗ് ബോസ് വഹിച്ചൊരു പങ്കുണ്ട്. വലുതാണ്. റിയാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ശരിക്കും കൂടുതൽ കൊണ്ടുവന്നത്. അപ്പൊ ആ റിയാസ് തന്നെയാണോ ശരിക്കും ഇത് ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ട്? ആ റിയാസ് ഒരു കാരണമായിരുന്നു. അതിപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ്. അതിപ്പം പലരും ഞാന് ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ LGBT വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല, കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറിച്ച് എന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചു വരുന്നവളാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം. ഇനിയിപ്പോ നാളെ വരുന്ന ഒരാള് അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം. അല്ല, ഇതിപ്പം ബിഗ് ബോസിൽ ആണെങ്കിൽ ബിഗ് ബോസ് ഇപ്രാവശ്യം ബിഗ് ബോസ് കണ്ടില്ലേ? കണ്ടിരുന്നു. ഇപ്പൊ ഈ ജാസ്മിൻ ഗബ്രി ആണെങ്കിൽ തന്നെ ഒരുപാട് സൈബർ ബുള്ളി ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്ന ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ. അപ്പം അതിനെങ്ങനെ നോക്കി കാണുന്നത്? കഴിഞ്ഞ ദിവസം തോന്നുന്നു ജാസ്മിന്റെ ഒരു ബൈറ്റിനെ ഇങ്ങനെ കണ്ട ആര്യ വിഷയത്തില്. അപ്പം ഞാൻ അതിനു മുമ്പും ചിന്തിച്ചിരുന്നു, പ്രത്യേകിച്ച് ആര്യ ശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്ന ഒരാൾ. അത് ഭയങ്കര റിയൽ ആണല്ലേ. കാരണം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്, ഞാനിപ്പോൾ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല, അത് കടന്നു പോകാനോ പറ്റണം എന്നില്ല. അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാമായിരുന്നു ആര്യ സിബിൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അഫ്കോഴ്സ് അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം. ജാസ്മിൻ കപ്പെടുക്കും നടന്നല്ലോ നാദ്ര സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജിൻഡോയാണ് കപ്പെടുത്തത്. ഹാപ്പി ആയിട്ടോ. എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ചയാവുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡമില്ല. ഇന്നൊരു കഴിവിൽ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡമില്ല അവിടെ. അഫ്കോഴ്സ് ജിൻഡു നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു, അതിൽ സംശയം. PR വർക്ക് എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് എൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. PR ഒക്കെ ഉണ്ട് കേട്ടോ, അതിപ്പോ നമ്മള് അതുള്ളത് തന്നെയാണ്, അത് അംഗീകരിക്കണം. PR ഒക്കെ ഉണ്ട്. പിന്നെ PR ഇല്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരും ഉണ്ട്. ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. സെക്ഷൽ റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ബേസിൽ കുറച്ച് ആരോപണങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇരയായ അനന്യ കുമാരിയൊക്കെ താങ്കൾക്ക് അറിയാമായിരിക്കും. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് ഇപ്പൊ താങ്കൾ ഉൾപ്പെടുന്ന കമ്മിറ്റി എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്? അതെ, എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിനൊരു ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. എനിക്കൊന്നും ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജി ഒക്കെ മാറിയ ആളുകളെ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ അകത്ത് മുൻപ് 1-2 ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ചെറിയൊരു പ്രൊസീജിയർ ഒന്നും അല്ല, ഇതൊരു ഭയങ്കര നീണ്ട പ്രൊസീജിയർ. പെട്ടെന്ന് ആൾക്കാർ പറയുന്ന കണക്ക് ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാമെന്ന് കരുതിയാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല. അതിനൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, ഒരു സ്റ്റഡി ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഭാവിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാം. പിന്നെ നമുക്ക് അറിയാലോ ഹോസ്പിറ്റൽസിൽ സർജറിക്ക് ഇടയിൽ പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് 100-ൽ 1 കണക്കെന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.